വൃത്ത ആരം 3 സെൻറ്റിമീറ്ററും 2 കോണുകൾ 37.5 ത്രികോണം വരയ്ക്കുക. അതായത് സർക്കം റേഡിയസ് എത്രയാണ് തന്നിരിക്കണേ? 3 സെൻറ്റിമീറ്റർ. പിന്നെ ആംഗിൾസ്, ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എത്രയൊക്കെ ആയിരിക്കണം? ഒരെണ്ണം 32.5 ആയിരിക്കണം, അടുത്തത് 37.5. ഇപ്പോൾ ആരം 3 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ വരച്ചു. ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 2 കോണുകൾ തന്നിട്ടുണ്ട്. ആംഗിൾസ് എത്രയാണ്? 32.5 37. അപ്പോൾ നമ്മൾ അതിൻ്റെ കേന്ദ്രകോൺ എത്രയാണെന്ന് നോക്കാം. കേന്ദ്രകോൺ എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിളായിരിക്കും, ഈ ആംഗിൾസിൻ്റെ ഡബിളായിരിക്കും അതിലെ കേന്ദ്രകോൺ. അപ്പോൾ 32.5യുടെ കേന്ദ്രകോണുകൾ ഏതൊക്കെയാണ്? 32.5യുടെ ഡബിള് എത്രയാണ്? 64, പിന്നെ അര 65. 37.5യുടെ ഡബിള് അതെത്രയാണ്? 74 + 1, അപ്പോൾ 75. അപ്പോൾ കേന്ദ്രകോണുകൾ എത്രയ്ക്ക്? 65 ഡിഗ്രി 75 ഡിഗ്രി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ചു തുടങ്ങാം. ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ഇഷ്ടമുള്ളിടത്ത് ഒരു ലൈൻ വരയ്ക്കുക. അതിന് ശേഷം ആദ്യം ഒരു എത്ര ഡിഗ്രി എടുക്കാം? നമുക്ക് 65 ഡിഗ്രി എടുക്കാം. കറക്റ്റായിട്ട് വയ്ക്കണം. സെൻറ്ററിൽ തന്നെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് വരണം. അതുപോലെ ലൈൻസ് തമ്മിൽ ഓവർലാപ്പിംഗ് വേണം. അത് കഴിഞ്ഞ് ഈ ലൈൻ ഏത് സൈഡിലാണോ ആ സൈഡിലെ 0 തൊട്ടുള്ള ആംഗിളാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 65 ഡിഗ്രി എടുത്തു. 65 ഡിഗ്രിയിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം. കിട്ടി. ഇനി അടുത്തത് എന്താ? അടുത്തത് ഈ ലൈനിൽ നിന്ന് ഇനി 75 ഡിഗ്രിയിലുള്ള ആംഗിൾ എടുക്കുക. ഇവിടെ നിന്ന് 75. എപ്പോഴും 0 എടുക്കേണ്ടത് ആ ലൈൻ എവിടെയാണോ അവിടെയുള്ള 0 തൊട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ 75. ഇപ്പോൾ എന്ത് കിട്ടി? 3 പോയിൻ്റ് കിട്ടി. ഒന്നിവിടെ, ഒന്നിവിടെ, ഒന്നിവിടെ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഈ ട്രയാങ്കിളിന് ABC പേര് കൊടുത്തു. അങ്ങനെ 3 പോയിൻ്റ് ജോയിൻ ചെയ്തപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഈ ആംഗിൾ 32.5 ഡിഗ്രിയും ഈ ആംഗിൾ 37.5 ഡിഗ്രിയും കിട്ടും. അങ്ങനെ എന്താണ്? പരിവൃത്ത ആരം എത്രയാണ്? 3 സെൻറ്റിമീറ്ററും 2 ആംഗിൾസ് 32.5 37 ആയ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു.